പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഗമനകാല ചിന്തകളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു യേശു രക്ഷകനാണ്. ഇന്ന് അച്ഛൻ പറയാണ് യേശു ആശ്വാസകനാണ്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. വചനമുണ്ട് മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നമ്മോടെല്ലാവരോടും പറയാണ്, വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഇപ്പോൾ ഈശോയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നീ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും ഉള്ളനുഭവങ്ങളിലൂടെയും അവഗണനയിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ടാവും. ഈശോ പറയാണ്, നീ എൻ്റെ അടുക്കലേക്ക് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന്. ആശ്വാസം തേടി വേറെ എവിടെയും പോകണ്ട. ആശ്വാസം തേടി പോകേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ്. അവിടുത്തെ ചാരി അവിടെ നിന്ന് നിന്നെ ആശ്വസിപ്പിക്കും. വചനം യോഹന്നാൻ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. കർത്താവ് തരുന്ന വാഗ്ദാനമാ. കർത്താവ് എന്നെയും നിന്നെയും ഒരിക്കലും അനാഥരായി വിടത്തില്ല, ഒറ്റയ്ക്ക് വിടത്തില്ല. നീ തനിച്ചിരിക്കാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല, നീ ഒറ്റയ്ക്ക് കരയാൻ അവിടെ നിന്ന് അനുവദിക്കത്തില്ല. അവൻ അടുത്ത് വന്നിരിക്കും, നിന്റെ കണ്ണുനീരൊപ്പം. നീ ഹൃദയം തുറന്നു കൊടുത്താൽ അവൻ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നിന്റെ രാജാവായി നിന്റെ ജീവിതത്തിൽ വാഴും. നീ നടക്കേണ്ട വഴി അവൻ നിനക്ക് കാണിച്ചു തരും. നിന്റെ ഹൃദയത്തിൻ്റെ ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ച് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവൻ നിന്നെ നയിക്കും, അവസരം തരും. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ആശ്വാസദായകനായ ഈശോയെ എൻ്റെ ജീവിതം ഭരിക്കാനായിട്ട് നീ കടന്നു വരണമേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. യോഹന്നാൻ 11 ലാസറിൻ്റെ മരണമാണ് അവിടെ കാണുക. അപ്പം ലാസർ മരിച്ചപ്പോൾ സഹോദരിമാർ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു. പക്ഷെ കർത്താവ് അവരുടെ ആ ഒരു തീച്ചൂൾ അനുഭവത്തിൽ, സഹോദരൻ്റെ വേർപാട് അനുഭവത്തിൽ ആശ്വാസമായിട്ട് വരികയാണ്. എങ്ങനെയാ? ലാസറിനെ മരണത്തിൽ നിന്ന് ഉദ്ധാനത്തിലേക്ക് കൈപിടിച്ചുയർത്തി. അങ്ങനെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നിന്നെയും ഈശോ ആശ്വസിപ്പിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ആശ്വാസദായകനെ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.